നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. നമ്മളിന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഹുവാവയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണായ ഹുവാവെ P30 പ്രോയാണ്. അപ്പോൾ നമ്മളിന്നിവിടെ അൺബോക്സ് ചെയ്യാമെന്ന് പറഞ്ഞാൽ P30 പ്രോ ആണ്. അപ്പോൾ P30 പ്രോ ഹുവാവയുടെ ലേറ്റസ്റ്റ് ഡിവൈസാണ്. ഇവിടെ അതിന് ഏകദേശം 72 രൂപയാണ് ആമസോൺ വഴിയാണ് വിൽക്കുന്നത്. അത് 256 GB ആണ്. ഞാനിത് പുറത്തുനിന്ന് കുവൈറ്റിൽ നിന്ന് എടുത്തിച്ച ഫോണാണ്, എൻ്റെ കൂട്ടുകാരൻ്റെ വഴി. അപ്പോൾ എനിക്കിതിനാകെ 49,500 ആയിട്ടുള്ളൂ. അപ്പോൾ കുവൈറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഒപ്പം എനിക്ക് ഫ്രീ ഓഫേഴ്സും വേറെ കിട്ടിയിട്ടുണ്ട്. 128 GB വേരിയൻ്റാണ്. അത് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇത് ബ്രീത്തിങ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞ കളറാണ്. 128 GB 8 GB റാം വേരിയൻ്റാണ്. അപ്പോൾ നമുക്ക് ബോക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കിയായിരുന്നു എന്താ അതിനകത്തുള്ള അറിയാൻ, പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നറിയാൻ. ബോക്സ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് കുറച്ച് ഫസ്റ്റ് തന്നെ ബില്ലാണ്. ബില്ല് ഞാൻ മാറ്റി വെക്കുവാണ്. ബില്ലാണ് ഫസ്റ്റ് തന്നെ, അത് മാറ്റി വെക്കുവാണ്. പിന്നെ നമുക്ക് ഹുവാവയുടെ തന്നെ VIP സർവീസ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് സ്ക്രീൻ ഫിക്സ് ചെയ്ത് തരികയും 6 മാസത്തിനുള്ളിൽ എന്തെങ്കിലും പറ്റിയ സ്ക്രീൻ ഫിക്സ് ചെയ്ത് അങ്ങനെ കുറച്ച് ഫ്രീ പിക്കപ്പും ഡെലിവറി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊന്നും നമുക്കിവിടെ ഹുവാവെ ഓഫർ ചെയ്യുന്നില്ല. ഹുവാവെ നമുക്ക് ആക്ച്വലി ഇവിടെ ഒരു ഓഫറും തരുന്നില്ല എന്നാണ് സത്യം. അപ്പോൾ എന്തായാലും ബോക്സിൻ്റെ മേലെ നമുക്ക് ഹുവാവയുടെ P30 പ്രോ ഡിവൈസ് കാണാം. നമുക്ക് തൽക്കാലത്തേക്ക് ഓൺ ചെയ്തിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. സോറി, ഞാനത് ഓൺ ചെയ്തായിരുന്നു ആക്ച്വലി. ഒന്നും കൂടി ഞാൻ ഓൺ ചെയ്യാം. തൽക്കാലത്ത് അത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ മാറ്റാം. അത് മാറ്റി വെച്ചു. പിന്നെ നമുക്ക് കാണാം സിം ഇജക്ടർ ടൂൾ നമുക്ക് നേരത്തെ കാണാം. എന്നാലും നല്ല മാനുഫാക്ചേഴ്സിന് ഇത്തിരി വെറൈറ്റിക്ക് വേണ്ടി അവരുടെ ഫോണിൻ്റെ സിം കാർഡ് ടൂളൊക്കെ ഒരു അവരുടെ സൈനോ സിമ്പലോ അങ്ങനെ വല്ലതും ആക്കിക്കൂടെ ആലോചിക്കണം. ഈ സാധാരണ സിം ഇജക്ടർ ടൂൾ എന്തിനാണ് അതിൻ്റെ കൂടെ തരുന്നതെന്ന് എനിക്കിതിനെ മനസ്സിലായിട്ടില്ല. എന്തായാലും ഇതിനകത്ത് അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമുക്ക് പുറത്തുനിന്ന് അറേബ്യയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് അറേബ്യൻ ലാംഗ്വേജിലുള്ള ബുക്കാണ്, സർവീസ് ഗൈഡാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ ഇപ്പോൾ ഒരു സാധാരണ TPU കേസുണ്ട്. ഇത് വെച്ച് നോക്കുമ്പോൾ ഓപ്പോ റെനോയുടെ 40,000 രൂപയുടെ ഫോൺ എനിക്ക് തന്ന കേസ് തന്നെയാണ് ഭയങ്കര അടിപൊളി. അത് ഈ പ്രൈസിനുള്ള ഫോണാകുമ്പോൾ ആ വിലക്കുള്ള കേസ് കൂടി തരേണ്ടതാണ് അവർ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പക്ഷേ എന്നിരുന്നാലും എനിക്ക് ഇതിൻ്റെ ഒപ്പം കുറച്ച് വേറെയും ഫ്രീ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിനെ ഞാൻ അൺബോക്സിങ് ചെയ്യുന്നതാണ്. ഞാൻ ഉദ്ദേശിച്ച കളർ ഇതല്ലായിരുന്നു. എനിക്ക് വേറൊരു ലിമിറ്റഡ് എഡിഷൻ കളർ വേണമെന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പോൾ ഒരു വ്യത്യസ്തമായ കവർ കിട്ടുമായിരുന്നു. പക്ഷേ എന്തായാലും അതെനിക്കിവിടെ കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ ഓൾറെഡി. നമുക്ക് ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നൊരു ഫോണാണത്. ക്യാമറയ്ക്ക് വേണ്ടി ഇതിന് 6.47 ഇഞ്ച് FHD ഓൾറെഡി ഡിസ്പ്ലേ HDR ഡിസ്പ്ലേയും മറ്റേ 40 MB + 20 MB + 8 MB 5x ടെലിഫോട്ടോ സൂമുള്ള ലെൻസും OIS ഉള്ള ലെൻസൊക്കെ ഉള്ള ഫോണാണത്. നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ള ഫോണാണ്, ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ നമുക്ക് പിന്നെ ബോക്സിൻ്റെ ബാക്കി ഭാഗത്തു നിന്ന് കയറുവാണെങ്കിൽ നമുക്ക് അഡാപ്റ്റർ കാണാം, ചാർജിങ് അഡാപ്റ്റർ. ഇത് 40 വാട്ട് ഹുവാവെ സൂപ്പർ ചാർജ് അഡാപ്റ്ററാണ് ബോക്സിനകത്ത് വരുന്നത്. ഹുവാവെ സൂപ്പർ ചാർജ് 40 വാട്ടിൻ്റെ സൂപ്പർ ചാർജ് ചെയ്യുന്നതാണ്. ഇത് 1 മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ 4200 mAh ബാറ്ററിയാണ്. അത് 1 മണിക്കൂർ കൊണ്ട് ഇത് ചാർജ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു വലിയ സംഭവം. പിന്നെ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന USB കേബിളും ഉണ്ടാവും തീർച്ചയായും. ഹെഡ്ഫോണാണ്, USB Type-C ഹെഡ്ഫോൺ അവർ കൊടുക്കുന്നുണ്ട്. ആപ്പിളിൻ്റെ ഇയർപോഡ് നേരെ ഡയറക്റ്റ് കോപ്പി അടിച്ച അതേ വ്യത്യാസമില്ലാത്ത ഇയർപോഡാണ് ഞാനത് യൂസ് ചെയ്യാൻ യാതൊരു സാധ്യതയില്ല. എന്തായാലും അത് USB Type-C ഹെഡ്ഫോൺ അറ്റ്ലീസ്റ്റ് തരുന്നുണ്ടല്ലോ, അങ്ങനെയെങ്കിലും നമുക്ക് സമാധാനിക്കാം. പ്ലാസ്റ്റിക്കാണ്, പ്യുവർ പ്ലാസ്റ്റിക്. പിന്നെ നമുക്ക് സാധാരണ പോലെ USB കേബിളുണ്ട്. USB Type-C കേബിൾ ഒരു വയലറ്റ് കളർ ഷെയ്ഡിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു വ്യത്യസ്തമായ ലുക്കാണത്. ഓണർമാർ കൊടുത്താണ്. നമ്മുടെ ഓപ്പോക്കാർ ഗ്രീൻ കൊടുക്കാറുണ്ട് അതുപോലെ. ഇതിൽ ഞാൻ വളരെ ആഗ്രഹിച്ച് വാങ്ങിച്ച ഫോണാണത്. നമുക്ക് എന്തായാലും നോക്കാം ഫോണ് ഇത് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടുന്നുള്ളത്. ഞാൻ സ്ഥിരം സെറ്റപ്പ് ഒന്നും എടുക്കുന്ന പോലെ അൺബോക്സ് ചെയ്യുക, അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട്. അടിപൊളി ബ്രീത്തിങ് ക്രിസ്റ്റൽ കാണാൻ സൂപ്പർ ആട്ടോ ഈ കളർ ലൈറ്റ് വരുമ്പോൾ അതിൻ്റെ കളർ മാറുന്നുണ്ടോ. സൺലൈറ്റ് ഡയറക്റ്റ് അല്ലെങ്കിൽ മറ്റേ ടൈപ്പ് ലൈറ്റ് ഡയറക്റ്റ് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓറഞ്ച് കളർ വരെ വരും. ഇതിനകത്ത് ഒരു പ്രത്യേക കളറാണ്, നല്ല ഭംഗിയുണ്ട്. ഞാൻ യൂഷ്വൽ ചെയ്യുന്ന അൺബോക്സിങ് സെറ്റപ്പിലല്ല ചെയ്ത്, അതുകൊണ്ടാണ് ഇത്തിരി ബുദ്ധിമുട്ട് എനിക്കുണ്ട്. കണ്ടില്ല, കളർ മാറുന്നുണ്ടല്ല. ലൈറ്റ് വരുമ്പോൾ അതിനൊരു ആംബർ ഓറഞ്ച് കളർ അതിന് വരുന്നുണ്ട്. കളറിങ് സൂപ്പറാണ്. പിന്നെ ഇതിൻ്റെ പുറകിൽ ഒബ്വിയസ്ലി നേരത്തെ പറഞ്ഞാൽ ക്വാഡ് ക്യാമറയാണ് ഉള്ളത്.
അത് 40 MB റിയർ ക്യാമറ f1.6ഉം OIS ഉള്ളത്. പിന്നെ 20 MB അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 8 MB 5x ടെലിഫോട്ടോ ലെൻസും ഉണ്ട്. പിന്നെ ഡെപ്ത് സെൻസറും ലേസർ ഓട്ടോ ഫോക്കസും അങ്ങനെ പലതും ഉണ്ട്. പിന്നെ ഫ്ലാഷ് ഉണ്ട്. 4ാം സെൻസറാണ് താഴത്ത് കാണുന്നത്. പിന്നെ ഹുവാവയുടെ ബ്രാൻഡിങ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ നമുക്ക് കാണാം മൈക്കും IR ഇൻഫ്രാറെഡ് സെൻസറുണ്ട്. IR പോർട്ടാണത്. നമുക്ക് റിമോട്ടൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സാധനങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള റിമോട്ട് സെൻസറാണത്. പിന്നെ താഴത്ത് നമുക്ക് സിം ഇജക്ടർ, സിം ടൂളും സിം ഇടാനുള്ള ഇതും പിന്നെ USB Type-C പോർട്ടും എക്സ്റ്റേണൽ സ്പീക്കറും കാണാം, സ്പീക്കർ ഗ്രില്ലും കാണാം. പിന്നെ ഈ സൈഡിൽ നമുക്ക് ഒന്നുമില്ല. അപ്പർ സൈഡിൽ നമുക്ക് പവർ ബട്ടൺ കാണാം. അതിനും ചെറുതായിട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്, റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വോളിയം റോക്കർ കീ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോണിൻ്റെ അകത്തേക്ക് കയറാം. ഫോൺ ഇത് 6.47 ഇഞ്ച് FHD+ OLED HDR ഡിസ്പ്ലേ ആണ്. പിന്നെ നോച്ച് ഉണ്ട് ചെറുതായിട്ട്. ഇതിങ്ങനെ മിന്നുന്നത് OLED ഡിസ്പ്ലേയുടെ ഇതാണ്. നേരിട്ട് കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇത് ക്യാമറയിൽ കാണുമ്പോൾ മാത്രമേ അങ്ങനെ കുഴപ്പമുള്ളൂ. എബോട്ട് ഫോൺ എടുക്കുവാണെങ്കിൽ നമുക്ക് ബിൽഡ് നമ്പർ കാണാം. EMUI വേർഷൻ 9.1 ആണ്. ആൻഡ്രോയിഡ് വേർഷൻ 9 ആണ്. അങ്ങനെ പിന്നെ നമുക്ക് നോക്കാം സ്റ്റോറേജ് എത്ര ഉണ്ടാവും. സ്റ്റോറേജ് 8 GB റാം ഉണ്ട്. സ്റ്റോറേജ് 114.82 GB അവൈലബിൾ ആണ് 128 GB. പിന്നെ സെക്യൂരിറ്റി പാച്ച് ജൂണാണ്. അപ്പോൾ അത് അത്രയാണ് ഇതിൻ്റെ എബോട്ടിൽ പറയാനുള്ളത്. പിന്നെ നമുക്ക് നേരെ ഇതിൻ്റെ പ്രധാനപ്പെട്ട വേർഷനായ ക്യാമറയിലേക്ക് കയറാം. ക്യാമറ ഓൾറെഡി കോഡ് ക്യാമറ സെറ്റപ്പ് ആണെന്നൊക്കെ പറഞ്ഞല്ലോ. ഹുവാവയുടെ ക്യാമറ ആപ്പാണ്. നല്ല ഫാസ്റ്റ്ലി ഫോട്ടോ ക്ലിക്ക് ചെയ്യും. പിന്നെ നമുക്ക് റെസൊല്യൂഷൻ കണ്ടത് നമുക്ക് 40 MB ഫോട്ടോ എടുക്കാം. പക്ഷേ അത് 10 MB ഓവർ സാമ്പിളിംഗ് ആയിട്ടാണ് പിക്ചർ എടുക്കുന്നത്. 10 MB നല്ല ഡീറ്റെയിൽ ആണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ല 10 MB എന്ന് പറഞ്ഞ് കളയരുത്, കാരണം 10 MB ഇഷ്ടം പോലെ ഡീറ്റെയിൽ ഉണ്ട്. പിന്നെ അസിസ്റ്റ് ഗ്രിഡ് ഉണ്ട്, ഓഡിയോ കൺട്രോൾ ഉണ്ട്, ക്യാപ്ചർ സ്മാൻ ഉണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കാണാം ഹോണറിൻ്റെ ഫോൺസിലെല്ലാം നമുക്ക് മൈക്ക് സപ്പോർട്ട് ഉണ്ട്. എക്സ്റ്റേണൽ മൈക്ക് സപ്പോർട്ട് നമുക്ക് കിട്ടും. അതൊരു നല്ല കാര്യമാണ്. അതെല്ലാ ഫോണും അല്ല. പിന്നെ നമുക്ക് 4 സെൻസറീസ് 5x സൂം ചെയ്യാൻ പറ്റും. ലോസ്ലെസ് അല്ലെങ്കിൽ ടെലിഫോട്ടോ സൂമാണ്. അത് ഒപ്റ്റിക്കൽ സൂമാണ്. പിന്നെ 10x എന്താ പറയുക ഹൈബ്രിഡ് സൂമാണ്. അതിന് നല്ല ക്വാളിറ്റി ഉണ്ട്, പ്രത്യേകിച്ച് വെളിച്ചമുള്ളപ്പോൾ. പിന്നെ നമുക്കുള്ളത് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൂടിയുണ്ട് നമുക്ക് ഇതിൻ്റെ ഒപ്പം. അൾട്രാ വൈഡ് ആംഗിളാണത്, കണ്ടത്. നമുക്ക് എല്ലാ തരത്തിലുള്ള ഫോട്ടോ എടുക്കാനുള്ള ലെൻസുകളിൽ അവൈലബിൾ ആണ്. എല്ലാം നല്ല ഹൈ ക്വാളിറ്റി ലെൻസാണ്. പിന്നെ വീഡിയോ ആണെങ്കിൽ 4K 30 FPS വരെയാണ് ഫോട്ടോ എടുക്കുന്നത്. 4K 60 FPS ഇതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതൊരു പോരായ്മയാണെന്ന് തോന്നുന്നില്ല. ഞാൻ 60 FPS വീഡിയോ എടുക്കുന്ന ആളല്ല, എനിക്ക് 30 FPS എടുക്കണം. പിന്നെ ഫുൾ മാനുവൽ കൺട്രോൾ ഉണ്ട്. പിന്നെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്ത് തരം ഫോട്ടോ എടുക്കണമെങ്കിലും അതിനുള്ള മോഡ് ഹുവാവേ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അതാണ് ഈ ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അവസാനം കുറച്ച് സാമ്പിൾസ് ഒക്കെ ഇടാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി. പിന്നെ ഒരു ട്രൂ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. അപ്പോൾ ഇതിന് വാട്ടർ റെസിസ്റ്റൻസും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഹൈബ്രിഡ് ഡ്യുവൽ സിം സ്ലോട്ട് അങ്ങനെ പലതും ഉണ്ട്. എന്തായാലും ഇത്ര നേരം വീഡിയോ കണ്ടതിന് നന്ദി. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. തൽക്കാലത്തേക്ക് നിങ്ങൾ എൻ്റെ ഈ ഫോണിൻ്റെ ക്യാമറ സാമ്പിൾസ് കാണുക. നന്ദി. This is the 4K rear camera sample of Huawei P30 Pro.
This is the front facing 1080p camera sample of Huawei P30 Pro.